മലപ്പുറത്ത് തിരൂർ മേഖലയിൽ കനത്ത മഴയാണ്. അന്നാര പൂക്കെയ്ത റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. വാഹനങ്ങൾ ഉൾപ്പെടെ പുറത്തിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സമീപത്തെ പ്രദേശങ്ങളിലേക്കും ഒക്കെ വെള്ളം കയറി. സോണൽ കൃഷ്ണ എവിടെയുണ്ട്? സോണൽ കൃഷ്ണ, എന്താണ് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ തിരൂരിൽ? റോഡ് ഏത് എന്ന് അറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ കാണുന്ന മതിലിനപ്പുറത്ത് തോടാണ്. അതിനിപ്പുറത്തേക്ക് നമ്മൾ ഈ കാണുന്ന ആളുകളൊക്കെ നടന്നു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് റോഡാണ്, പ്രധാന പാതയാണ്, ബസ് ഉൾപ്പെടെ പോകുന്ന വഴിയാണ്. ഈ പ്രദേശത്ത് സ്കൂളിലേക്കൊന്നും കുട്ടികൾക്ക് ഇന്ന് പോകാൻ കഴിഞ്ഞില്ല. സ്കൂൾ ബസ് ഉൾപ്പെടെ വരാൻ കഴിയുന്നില്ല. ലൈൻ ബസ് ഉൾപ്പെടെ ഈ വഴിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കുട്ടികൾ ഉൾപ്പെടെ വീട്ടിലിരിക്കേണ്ട സ്ഥിതിയാണ്. ഇതിൽ കാരണമായി പ്രധാനം ഇവർ പറയുന്നത് ഈ തോട്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടാത്തത് കാരണമാണ് ഈ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണം എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നു, ഈ തോട്ടിൻ്റെ ആഴം കൂട്ടണം, പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ ആഴം നിലനിർത്തണം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു മഴയ്ക്ക് പോലും പലപ്പോഴും തുടർച്ചയായി പെയ്യുന്ന ഒരു മഴയ്ക്ക് പോലും ഇവിടെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. പല വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. വീടും കിണറും പിന്നെ സേഫ്റ്റി ടാങ്കും എല്ലാം ഒരേപോലെ നിന്ന്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇടം റോഡാണ്, ഇതിനപ്പുറത്തേക്ക് തോടാണ്. ആ തോട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്നത്. അതൊരു പക്ഷേ ഈ തോടിൻ്റെ ആഴം കൂട്ടി, ആഴം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ തോടിൻ്റെ ഒലു കൂടിയും ഈ റോഡിലേക്ക് വെള്ളം കയറുന്നത് ഒരു പക്ഷേ നിൽക്കാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ അത്തരത്തിലേക്കൊന്നും അധികാരികൾ കടന്നിട്ടില്ല. 10 വർഷം മുൻപാണ് അത്തരത്തിലുള്ള പ്രവൃത്തി നടന്നത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൂട്ടത്തോടെ ഈ പ്രദേശത്തേക്ക് വരേണ്ട ആളുകളാണ് നടന്നു വരുന്നത്. സമീപ പ്രദേശങ്ങളിലെ കടകളിലേക്കൊക്കെ തന്നെ ആ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം, കാരണം കനത്തൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഈ റോഡിലേക്ക് വെള്ളം കയറും, ഗതാഗതം തടസ്സപ്പെടും എന്നുള്ളതാണ്. കുട്ടികൾ ഉൾപ്പെടെ ഇന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. കുറച്ച് മുൻപ്, അല്പസമയം മുമ്പ് ഇവിടെ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു കുട്ടി സ്കൂൾ യൂണിഫോമൊക്കെ ധരിച്ച് ആ കുട്ടി വന്നു. ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ അവിടെ നിന്നു. ബസ്സൊന്നും വരാത്തത് കാരണം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സ്ഥിതിയാണ്. വലിയ പ്രയാസമാണ് അല്ലേ? മംഗലം പഞ്ചായത്ത്, തുപ്രംകോട്, തലക്കാട്, ഇത് മൂന്നും കൂടിയാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. അപ്പോൾ അതൊരു വലിയ വിഷയം. അവർ 3 കൂട്ടർ സംഘടിക്കണം, എന്നാലേ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പം മാങ്ങാട്ടി ഭാഗത്ത് നിന്ന് ആ പുഴയിലേക്ക് ഒരു ഡ്രൈനേജ് ഉണ്ടെങ്കിൽ ഈ വെള്ളം ഇത്ര തന്നെ ഇവിടെ ഉണ്ടാവില്ല. മാങ്ങാട്ടി ഭാഗത്ത് നിന്ന് ഒരു ഡ്രൈനേജ് ആ പുഴയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, അങ്ങോട്ടേക്ക് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്നത് കുറയാനുള്ള സാധ്യത ഉണ്ട്. അത്തരത്തിലൊരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അധികാരികൾ എന്തായാലും ഇടപെട്ട് ഇതിലൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഇവരുടെ. അതെ, തുടർച്ചയായി ഏകദേശം 4 കിലോമീറ്ററോളം ദൂരം ഇതാണ് അവസ്ഥ. വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. എന്തായാലും ഇതിന്മേൽ കൃത്യമായ ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇത് തിരൂരിൽ മാത്രമല്ല, പലയിടത്തും നല്ല ശക്തമായ മഴ വടക്കൻ കേരളത്തിൽ ചിലയിടങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് പാലക്കാടും ഷൊർണൂരും ഒക്കെ കനത്ത മഴയാണ്. പാലക്കാട് ഷൊർണൂരിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭയിലെ 20-ാം വാർഡിലാണ് ശക്തമായ മഴയെ തുടർന്ന് റോഡുകൾ മുങ്ങുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തത്.